ഹലോ, ഗുട്ടൻ ടാഗ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വെക്സൽ പ്രപ്പോസിഷൻസ് ആണ്. അപ്പോൾ വെക്സൽ പ്രപ്പോസിഷൻസിനെ ടു വേ പ്രപ്പോസിഷൻസ് എന്ന് അറിയപ്പെടും. ഓക്കെ, ടു വേ പ്രപ്പോസിഷൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വെക്സൽ പ്രപ്പോസിഷൻസിന് അക്വസാറ്റീവിൽ നിൽക്കാൻ കഴിയും, അതുപോലെ ഡാറ്റീവായിട്ട് നിൽക്കാൻ കഴിയും. അക്വസാറ്റീവ് പ്രപ്പോസിഷനും ആണ്, അതുപോലെ ഡാറ്റീവ് പ്രപ്പോസിഷൻസും ആണ് ഈ വെക്സൽ പ്രപ്പോസിഷൻ. ഈ വെക്സൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ടു ചേഞ്ച് എന്നുള്ള മീനിങ് ആണ്. ടു ചേഞ്ച്. നമ്മൾ ഈ വെക്സൽ പ്രപ്പോസിഷൻസ് യൂസ് ചെയ്യുന്നത് ഒരു ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, എവിടെയാണ് എന്നുള്ള ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ കാണിക്കാനാണ് നമ്മൾ ഈ വെക്സൽ പ്രപ്പോസിഷൻസ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 9 വെക്സൽ പ്രപ്പോസിഷൻസ് ആണല്ലേ. ഔഫ്, ഓൺ എന്നുള്ള മീനിങ്, അതായത് ഒരു ഹൊറിസോണ്ടൽ സർഫസിൽ, ഇപ്പോൾ ടേബിളിൻ്റെ ഒക്കെ മുകളിൽ എന്തെങ്കിലും ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഔഫ് ആയിരിക്കും ഉപയോഗിക്കുക. ഓക്കെ, ഹൊറിസോണ്ടൽ നിരപ്പായ സ്ഥലത്ത് എന്തെങ്കിലും ഇരിക്കുന്നതിനായിരിക്കും നമ്മൾ ഔഫ് ഉപയോഗിക്കുക, ഓൺ ദ ടേബിൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. അതുപോലെ യൂബർ എന്ന് പറഞ്ഞാൽ എബവ് അല്ലെങ്കിൽ ഓവർ എന്നുള്ള മീനിങ്, മുകളിലൂടെ എന്നുള്ള എബവ്, ഓവർ. ഉണ്ടർ മീനിങ് അണ്ടർ, അടിയിൽ അണ്ടർ. ഫോർ എന്ന് പറഞ്ഞാൽ ഇൻ ഫ്രണ്ട് ഓഫ്, സ്വിഷൻ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ, എന്തിനേലും ബിറ്റ്വീൻ എന്നൊക്കെ പറയാൻ നമ്മൾ സ്വിഷൻ ആയിരിക്കും യൂസ് ചെയ്യുക, സ്വിഷൻ. ദെൻ കംസ് ഹിൻഡർ എന്ന് പറഞ്ഞാൽ ബിഹൈൻഡ്, ഓക്കെ, പുറകിൽ എന്നുള്ളതിന് ഹിൻഡർ. ദെൻ കംസ് നേബൻ എന്ന് പറഞ്ഞാൽ നിയർ, അടുത്ത് എന്നുള്ളതിൻ്റെ നിയർ. അടുത്താണ് അൻ എന്ന് പറഞ്ഞാൽ അറ്റ്, അപ്പോൺ, ബൈ, ഓൺ എന്നൊക്കെയുള്ള ഈ വെർട്ടിക്കൽ സർഫസിന് ബ്രാക്കറ്റ് കൊടുക്കാൻ കാര്യം, നമ്മളിപ്പോൾ ഒരു ഭിത്തിയിൽ ഫോട്ടോ തൂക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഭിത്തിയിലാണ്, അല്ലെങ്കിൽ വെർട്ടിക്കൽ സർഫസിലാണ് അത് തൂക്കാൻ പോകുന്നത് അല്ലെങ്കിൽ വെക്കാൻ പോകുന്നത്. അപ്പോൾ വെർട്ടിക്കൽ സർഫസിൽ ഒരു സാധനം വെക്കുമ്പോൾ നമ്മളതിനെ അന്നായിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഭിത്തിയിൽ ഫോട്ടോ അല്ലെങ്കിൽ ഫാനൊക്കെ തൂക്കുന്നു എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇന്നെന്ന് പറഞ്ഞാൽ ജർമ്മനിലും ഇന്ന് തന്നെയാണ്, ഇംഗ്ലീഷിൽ ഇന്ന് തന്നെയാണ്. അത് ശരിക്കും ഔസ് എന്ന പ്രപ്പോസിഷൻ ഉണ്ടല്ലോ, ഔസ് എന്ന പ്രപ്പോസിഷൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇൻ എന്നുള്ള. ഔസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറും ക്ലോസ്ഡ് ആയിട്ടുള്ള അതിരുകളുള്ള സ്ഥലത്ത് നിന്ന് വരുമ്പോൾ ഫ്രം പറയുക ഔസ് ഉപയോഗിക്കും. അതിൻ്റെ അകത്തേക്ക് പോകാൻ നമ്മൾ ഇന്നും ആയിരിക്കും യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഓഫീസിൻ്റെ അകത്തേക്ക് പോകുന്നു, ഓഫീസിൽ നിന്ന് വരുന്നു പറയുമ്പോൾ ഔസ് ഉപയോഗിക്കും, ഓഫീസിൻ്റെ അകത്തേക്ക് പോകുന്നു വയ്ക്കുമ്പം ഇന്ന് ഉപയോഗിക്കും അവിടെ. ഓക്കെ, നമ്മൾ പറഞ്ഞു അക്വസാറ്റീവിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും, ഡാറ്റീവിൽ ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെ അക്വസാറ്റീവിൽ ഉപയോഗിക്കുക, എവിടെയാണ് ഡാറ്റീവ് ഉപയോഗിക്കുക അല്ലേ? അക്വസാറ്റീവ് ഉപയോഗിക്കേണ്ടത് ഒരു മൂവ്മെൻറ്റ് വരുമ്പോഴാണ് നമ്മൾ അവിടെ വെക്സൽ പ്രപ്പോസിഷൻ യൂസ് ചെയ്യുക. ഓക്കെ, അക്വസാറ്റീവിൽ വെക്സൽ പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയിൽ നിന്ന് ഒരു ബിയിലേക്കുള്ള മൂവ്മെൻറ്റ്, ഇപ്പോൾ പറയുകയാണെങ്കിൽ ഐ എം ഗോയിങ് ടു ജർമ്മനി. അപ്പോൾ എന്താ, ഞാൻ ജർമ്മനിയിലേക്ക് പോകുന്നു അല്ലേ, ഒരു മൂവ്മെൻ്റ് ഉണ്ട്, ഞാൻ നാട്ടിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അവിടെ നിന്നാണ് ഞാൻ ജർമ്മനിയിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വരുമ്പം നമ്മൾ അക്വസാറ്റീവിലായിരിക്കും വെക്സൽ പ്രപ്പോസിഷൻസിന് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഡാറ്റീവ് എന്ന് പറയുന്ന ആ വെക്സലിനെ എപ്പോഴാണ് ഡാറ്റീവിൽ എഴുതേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ലൊക്കേഷനാണ് കാണിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ജർമ്മനിയിലാണ്, ഐ എം ഇൻ ജർമ്മനി എന്ന് പറയുകയാണെങ്കിൽ നമ്മളവിടെ എല്ലാ ലൊക്കേഷനാണല്ലേ കാണിക്കുന്നത്. അവിടെ നമ്മൾ അന്നേരം അത് ഡാറ്റീവിലായിരിക്കും വെക്സൽ പ്രപ്പോസിഷൻ യൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എടുത്തോ, ഐ എം ഗോയിങ് ടു ദി ഇറാൻ എന്ന രാജ്യത്തിന് ആർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ ഇല്ലാത്ത രാജ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ നാഹാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഐ എം ഗോയിങ് ടു ദി ഇറാൻ. അപ്പോൾ അവിടെ നമ്മൾ മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ എന്താ, ഇഷ് ഗേ ഇന്ന് വരുന്നത് കൊണ്ട് തന്നെ ദർ ഇറാൻ എന്നുള്ള അക്വസാറ്റീവിൽ എഴുതണം, ഇൻ ദേൻ ഇറാൻ എന്ന് വരും. ഓക്കെ, അതിപ്പോൾ ഡാറ്റീവിലാണെങ്കിൽ ഞാൻ ഇറാനിലാണ്, ഐ ആം ഇൻ ഇറാൻ എന്ന് പറയുകയാണെങ്കിൽ ഇഷ് ബിൻ ഇൻ ദേം ഇറാൻ എന്ന് വരും. ഓക്കെ, നമുക്ക് താഴെ എക്സാമ്പിൾസ് ഉണ്ട്, നോക്കാം. അപ്പോൾ അക്വസാറ്റീവിൽ വോഹിൻ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിരിക്കും എങ്ങോട്ടേക്ക്, ടു വെയർ അല്ലേ, എങ്ങോട്ടേക്കാണ് പോകുന്നത്, ഇറാനിലേക്ക്. ഡാറ്റീവിൽ വരുമ്പോൾ അത് വേർ എന്നുള്ള ചോദ്യം, ലൊക്കേഷൻ പറയുമ്പോൾ എന്താ വേർ എന്നല്ല, എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ലൊക്കേഷൻ പറയും, എങ്ങോട്ടാണെന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ എവിടേക്കാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആ മൂവ്മെൻറ്റ് എങ്ങോട്ടാണെന്നുള്ള പറയും. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് വരുന്ന വെർബുകളാണ് ഈ ഗെയിൻ, ഫ്ലീഗൻ, ഫാരൻ, ലൗഫൻ എന്നൊക്കെ ഉള്ളത്. അവിടെയൊക്കെ എന്താ, ഈ ഗെയിനും ഫ്ലീഗനും ഫാരൻ ലൗഫനൊക്കെ മൂവ്മെൻറ്റ് കാണിക്കാമല്ലോ, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ അക്വസാറ്റീവിൽ എഴുതണം. ഓക്കെ, അതുപോലെ ലേഗൻ, ടു ലേ, വെക്കുക, കയ്യിലിരിക്കുന്ന കുപ്പി ടേബിളിലേക്ക് വെക്കുക എന്നൊക്കെ പറയുമ്പോൾ ലേഗൻ ആയിരിക്കും യൂസ് ചെയ്യുക. കുപ്പി ടേബിളിൽ കിടക്കുന്നു അല്ലെങ്കിൽ നിൽക്കുന്നു എന്നുള്ളത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ലീഗൻ, അവിടെ കിടക്കുന്നു, ആ ഒരു ലീഗൻ അവിടെ ലൈസ് ദെയർ. മറ്റേത് ഐ ആം ലേയിങ് ഇറ്റ് ഓൺ ദ ടേബിൾ എന്നുള്ള മീനിങ്ങിൽ. സ്റ്റെല്ലൻ എന്ന് പറഞ്ഞാൽ ടു പുട്ട്, അവിടെ മൂവ്മെൻ്റ് ഉണ്ട്, ഞാൻ എൻ്റെ കയ്യിലിരുന്ന സാധനം വെക്കുന്നു എന്നുള്ള മീനിങ് ആയിരിക്കും സ്റ്റെല്ലൻ വരിക. സ്റ്റേ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്നു, ഇറ്റ് സ്റ്റാൻഡ്സ് ദെയർ എന്നുള്ള മീനിങ്, ഇറ്റ്സ് പ്ലേസ്ഡ് ദെയർ എന്ന്. പിന്നെ സെറ്റ്സ് ആൻഡ് സിഷ് എന്ന് വെച്ചാൽ ഞാൻ ഇരിക്കാൻ പോകുന്നു എന്നുള്ള മീനിങ്. സിറ്റ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഇരിക്കുന്നു, അവിടെ മൂവ്മെൻ്റ് ഒന്നുമില്ല, അവിടെ ഇരിക്കുവാണ്. ഹേങ്ങൻ രണ്ടും സെയിം രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുമ്പോഴുള്ള വ്യത്യാസമാണ് വരിക.
അപ്പോൾ ഭിത്തിയിലേക്ക് തൂക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ എന്താ ഇഷ് ഹേങ്ങേ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ തൂക്കുന്നു എന്ന് പറയല്ലേ, ആര് തൂക്കുന്നു എന്നൊക്കെയുള്ളത് ഉത്തരം പറയും. മറ്റ് ഹേങ്ങിൻ എന്നാണെങ്കിൽ ജസ്റ്റ് ദ ഫോട്ടോ ഹാങ്സ് ഓൺ ദ വാൾ എന്ന് പറയും. അപ്പോൾ എന്താ വേർ ഡസ് ദ ഫോട്ടോ ഹാങ്, ഫോട്ടോ ഹാങ്സ് ഓൺ ദ വാൾ. അല്ലെങ്കിൽ വോഹിൻ ഹാങ്സ് അല്ല വേർ ഡിഡ് യു ഹാങ് ദ പിക്ചർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇഷ് ഹേങ്ങേ ദ ബിൽഡ് ആൻഡ് ദെൻ വാണ്ട് എന്ന് പറയും. എക്സാമ്പിൾ നോക്കിയാൽ ക്ലിയർ ആക്കാം. അപ്പോൾ ഐ ആം പ്ലേസിങ്, ഓക്കെ നമ്മൾ ഓൾറെഡി ഒരു കാര്യം കൂടെ പറയാം. ഗെയിൻ, ഫ്ലീഗിൻ, ഫാറിൻ, ലൗഫിനൊക്കെ അക്യൂസാറ്റീവിലാണ് മൂവ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ചില സമയങ്ങളിൽ അത് നമ്മൾ ഡാറ്റീവിൽ എഴുതുന്നത് വരും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ദ ചൈൽഡ് ഈസ് walking in the garden. Okay, the child is walking in the garden. ഇവിടെ എന്താണ്, കുട്ടി ഗാർഡനിലൂടെ നടക്കുന്നു എന്നുള്ള മീനിങ് അല്ല വരിക. നമ്മളപ്പോൾ ഇവിടെ യൂസ് ചെയ്യുമ്പം അത് അക്യൂസാറ്റീവിൽ ആയിരിക്കില്ല യൂസ് ചെയ്യുക, ഡാറ്റീവിലായിരിക്കും. കാരണം ഇവിടെ ഒരു എയിൽ നിന്നും ബിയിലേക്കുള്ള മൂവ്മെൻ്റ് അല്ല കാണിക്കുന്നത്. ഇവിടെ എന്താ ആ ഒരു പർട്ടിക്കുലർ ഏരിയ, ഗാർഡൻ എന്ന ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമായിരിക്കും ഇവിടെ മൂവ്മെൻറ്റ് നടക്കുന്നത് അല്ലേ. അപ്പോൾ എയിൽ നിന്നും ബി എന്ന പൊസിഷനിലേക്ക് പോകുന്നില്ല, മറിച്ച് ആ ഒരു പൊസിഷൻ, ആ ഒരു ലൊക്കേഷൻ, ഒരു എന്താ ബോർഡറുള്ള ആ ഒരു അതിരിൽ, ആ ഒരു സ്ഥലത്ത് തന്നെയാണ് അവിടെ മൂവ്മെൻറ്റ് നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഡാറ്റീവിൽ വേണം എഴുതാൻ. ഓക്കെ, അതായത് das Kind läuft in der Garten ആണ്. der Garten എന്നുള്ള dem Garten എന്ന് വരും. ഓക്കെ, അല്ലെങ്കിൽ in dem ഒരുമിച്ച് im എന്നാണല്ലോ എഴുതാം കേട്ടോ, im. das Kind läuft in dem Garten. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ ലൗഫിൻ എന്നുള്ളത് അക്യൂസാറ്റീവിലാണ് വരുന്നതെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഡാറ്റീവിൽ എഴുതാൻ കാര്യം എന്താണ്, ഒരു മൂവ്മെൻറ്റ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള മൂവ്മെൻ്റ് അല്ല, മറിച്ച് ആ ഒരു ഏരിയയിൽ പർട്ടിക്കുലർ ആ ഒരു സ്ഥലത്ത് തന്നെയുള്ള ഒരു എന്താ ചേഞ്ച് ഓഫ് മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ ഐ ആം പ്ലേസിങ് ദ വാട്ടർ ബോട്ടിൽ ഓൺ ദ ടേബിൾ. എന്താ ഐ ആം പ്ലേസിങ്, ഞാൻ വെക്കുവാണല്ലോ, അപ്പോൾ ഇവിടെ മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലേഗൻ എന്ന വെർബാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇഷ് ലേഗെ ദി വാസർഫ്ലാഷെ ഔഫ് ദെൻ ടിഷ് എന്ന് വരും. ഓക്കെ, ഔഫ് ദെൻ ടിഷ് അക്യൂസാറ്റീവില്ല. The water bottle is on the table എന്ന് പറയാം, അത് ലൊക്കേഷൻ ആണ്. വേർ ഇസ് ദ വാട്ടർ ബോട്ടിൽ, വാട്ടർ ബോട്ടിൽ ഇസ് ഓൺ ദ ടേബിൾ. മറ്റേത് വേർ ഡിഡ് യു കീപ്പ് അല്ലെങ്കിൽ വേർ ഡിഡ് യു പ്ലേസ് ദ വാട്ടർ ബോട്ടിൽ, ഐ പ്ലേസ് ദ വാട്ടർ ബോട്ടിൽ ഓൺ ദ ടേബിൾ. അവിടെ മൂവ്മെൻറ്റ് ഉണ്ടല്ലേ, കയ്യിലിരുന്ന വാട്ടർ ബോട്ടിലിന് അവിടെ മൂവ്മെൻറ്റ് വന്നു, അവിടുത്തെ ഒബ്ജക്റ്റിന് അവിടെ മൂവ്മെൻറ്റ് വന്നു, കയ്യിലിരുന്നതെന്ന് അത് ടേബിളിൻ്റെ മുകളിലേക്ക് പോയി. മറ്റേന്ന് പറഞ്ഞാൽ വാട്ടർ ബോട്ടിൽ ഓൾറെഡി ടേബിളിൻ്റെ മുകളിലാണ്, അവിടെ മൂവ്മെൻറ്റ് ഒന്നുമില്ല, ലൊക്കേഷനാണ് പറഞ്ഞത്. അപ്പോൾ ദി വാസർഫ്ലാഷ് ഈസ് ഔഫ് ദെയിം ടിഷ്യൂ പറയും, അത് ആക്റ്റീവിൽ കണ്ടോ. ഔഫ് ദെയിം ടിഷ്യും അതുപോലെ മുകളിൽ ഔഫ് ദെയിം ടിഷ്യൂ ആണ്. കാരണം മുകളിൽ മൂവ്മെൻ്റ് ഉണ്ട്, കയ്യിലിരുന്ന് ബോട്ടിലാണ്, ബോട്ടിലിന് മൂവ്മെൻറ്റ് വന്നു. ഇവിടെ ബോട്ടിലിന് ലൊക്കേഷനാണ് പറയുന്നത് ഔഫ് ദെയിം ടിഷ്യൂ, അപ്പോൾ ഡാറ്റീവിൽ പറയും. ഐ ആം ഗോയിങ് ടു ദ ഇറാൻ, ഇഷ് ഗേ ഇൻ ദെയിൻ ഇറാൻ, ഐ ആം ഇൻ ഇറാൻ, ഇഷ് ബിൻ ഇൻ ദെയിം ഇറാൻ. ഐ ആം ഫ്ലൈയിങ് ടു ദ സ്വിറ്റ്സർലാൻഡ്, ഇഷ് ഫ്ലിഗെ ഇൻ ദി ഷ്വൈസ്, ഇഷ് ബിൻ ഇൻ ദ ഷ്വൈസ്. എന്താ ഐ ആം ഇൻ ദ സ്വിറ്റ്സർലാൻഡ്, ഇഷ് ബിൻ ഇൻ ദ ഷ്വൈസ്. പാർട്ടിക്കിൾ ഇല്ലാത്ത രാജ്യമായിരുന്നെങ്കിൽ നമ്മൾ ടൂന് ഇന്നായിരിക്കില്ല ഉപയോഗിക്കുക, പകരം നാഹ് ആയിരിക്കും കേട്ടോ. നാഹ് ഡോയ്ച്ച്ലാൻഡ് ഓർത്താൽ മതി എപ്പോഴും, കാരണം ഡോയ്ച്ച്ലാൻഡിന് ആർട്ടിക്കിൾ ഇല്ല. അല്ല, ഷീ ഈസ് ഹാങ്ങിങ് ദ ഫോട്ടോ ഓൺ ദ വാൾ, ഷീ ഹാങ്ഡ് ദ സ്പിൽഡ് ആൻഡ് ദെൻ വാണ്ട്. ഓക്കെ, കണ്ടോ, ആൻഡ് ദെൻ വാണ്ട് ആരാണ്, അവൾ ഭിത്തിയിൽ തൂക്കുന്നു. അപ്പോൾ ഫോട്ടോയ്ക്ക് അവിടെ മൂവ്മെൻറ്റ് ഉണ്ട്, കയ്യിലിരുന്ന ഫോട്ടോ ഭിത്തിയിലേക്ക് തൂക്കുന്നു. മറ്റേത് ഫോട്ടോ ഹാങ്സ് ഓൺ ദ വാൾ, ഫോട്ടോയ്ക്ക് മൂവ്മെൻ്റ് ഒന്നുമില്ല, ഫോട്ടോ എന്താണ് ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്നു. അപ്പോൾ ദ സ്പിൽഡ്, ഹാങ്ഡ് ആൻഡ് ദെൻ വാണ്ട് ഡാറ്റീവിൽ എഴുതും. ഐ എം ഗോയിങ് ടു ദ ബെഡ്റൂം, ich gehe in das Schlafzimmer. I am in the bedroom അല്ലെങ്കിൽ ഓഫീസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ich bin in dem Schlafzimmer oder in dem Bureau. Bureau എന്നാണ് ഓഫീസിനെ പറയുന്നത്. My mother hangs my skirt in the wardrobe. Meine Mutter hängt meinen Rock in den Kleiderschrank. അല്ലെങ്കിൽ my skirt hangs in the wardrobe എന്ന് പറയുമെങ്കിൽ my rock hanged in dem Kleiderschrank. The bird is flying over the cloud. The Vogel fliegt über die Wolke. The bird sits on the tree. ഇവിടെ ലൊക്കേഷൻ ആണല്ലേ, അപ്പോൾ the Vogel sits auf dem Baum. കണ്ടോ, സിറ്റ്സ് എന്നാണ് ഉപയോഗിച്ചത്, സെറ്റ്സ് എന്നല്ല, സിറ്റ്സ്. Maria is walking between her parents. Maria läuft zwischen ihre Eltern. നമ്മളിത് അക്യൂസാറ്റീവിലാണ് എടുത്തത്, കാരണം ഓൾറെഡി നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ബിറ്റ്വീൻ ഹെർ പാരൻസ്, അവളുടെ പാരൻസിന് ഇടയ്ക്കൂടെ അവൾ നടക്കുന്നു എന്നുള്ള മീനിങ്. അപ്പോൾ അവിടെ എന്താ ചേഞ്ച് ഓഫ് ലൊക്കേഷൻ, ഒരു എയിൽ നിന്നും ബിയിലേക്കുള്ള ലൊക്കേഷൻ അല്ല കാണിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ അക്യൂസാറ്റീവിൽ എഴുതി. അതുപോലെ മരിയ ഈസ് സ്റ്റാൻഡിങ് നിയർ ദ കാർ.
Maria steht neben dem Auto. Okay. I'm laying the book on the table. Ich lege das Buch auf den Tisch. അല്ലെങ്കിൽ the book lies on the table ആണെങ്കിൽ das Buch liegt auf dem Tisch. കണ്ടോ, ലേഖനും ലീഗിനും ഒക്കെ വ്യത്യാസം മനസ്സിലാക്കുക. I drive the car behind the house. Ich fahre das Auto hinter das Haus. The car is parked അല്ലെങ്കിൽ the car is behind the house അല്ലെങ്കിൽ the car parks behind the house എന്നൊക്കെ പറയുകയാണെങ്കിൽ das Auto parked hinter dem Haus. I put the pen near the book. Ich lege der Kuli neben das Buch. അല്ലെങ്കിൽ the pen lies near the book എന്നാണെങ്കിൽ der Kuli liegt neben dem Buch. I'm going in front of the house. Ich gehe vor das Haus. I wait in front of the house. Where എന്നുള്ള ലൊക്കേഷൻ ആണ് നമ്മൾ വരുന്നത്. Ich warte vor dem Haus. The cat sits under the table. The cat sits unter dem Tisch. The cat is running under the table. The cat läuft unter den Tisch. ഇവിടെ ശ്രദ്ധിക്കുക, അണ്ടർ ദ ടേബിൾ, ടേബിളിൻ്റെ അടിയിൽ കൂടെ തന്നെയാണ് ഓടുന്നത്, അതുകൊണ്ട് അത് അക്യൂസാറ്റീവിലായിരിക്കും നമ്മൾ എഴുതുക.